നമുക്കിന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. അതുകൊണ്ട് വലിയൊരു തിരക്കില്ല, ഒരു സ്ലോ മോർണിംഗ് ആണ്. പിന്നെ അല്ലെങ്കിൽ വെക്കേഷനായിട്ട് ഞാൻ രാവിലെ വലിയ തിരക്കൊന്നുമില്ല, കാരണം സ്കൂളും ഇതൊന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷേ നമുക്കെന്തായാലും ഇപ്പം ഷോപ്പുള്ളത് കാരണം നമുക്ക് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഷോപ്പില്ല, അപ്പോൾ സാവധാനം ഉണ്ടാക്കിയാൽ മതി ബ്രേക്ക്ഫാസ്റ്റൊക്കെ. നമുക്ക് ആദ്യം എന്തായാലും ചായ വെക്കാം, ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് നമ്മളെ പരിപാടികൾ തുടങ്ങാം. ചായ നമുക്ക് അങ്ങനെ ഒരു പതിവൊന്നുമില്ല കേട്ടോ, കാരണം ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആവണ ദിവസങ്ങളിൽ മാത്രം ജസ്റ്റ് ഒരു കട്ടൻ കുടിക്കും രാവിലെ. ചായ നമ്മൾ കുറച്ച് കൊടുന്നു, ലൈറ്റ് ചായ, ലൈറ്റ് മധുരം, അങ്ങനെ ഭയങ്കര പൊടിയൊക്കെ കുറച്ചിട്ടുള്ള ചായ ഉണ്ടാക്കുക. വൈകുന്നേരം ചായ ചിലപ്പോൾ നിർബന്ധമില്ല, എല്ലാം ചില ദിവസങ്ങളിൽ മാത്രം, അങ്ങനെ നല്ലൊരു നിർബന്ധം ഇല്ല. നേരത്തെ മയിലിൻ്റെ സൗണ്ട് കേട്ടില്ലേ? മയിൽ ശരിക്കും സ്വന്തം വില കളഞ്ഞല്ലേ? ശരിക്കും പണ്ടൊക്കെ നമ്മളൊരു മയിലിനെ കാണണമെങ്കിൽ സൂവിലൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ 2-3 മയിലുണ്ടാവും. പിന്നെ അതേപോലെ ഞങ്ങൾ തിരുവിഴാകുന്നത്തെ വീടിന്റെ മുന്നിൽ ഫാമാണല്ലോ, അപ്പോൾ അവിടുന്ന് ചിലപ്പോൾ മയിലിന്റെ സൗണ്ടൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടാൽ ഞങ്ങൾ ഓടും. എന്നിട്ട് ഫുള്ള് അതിനെ തെരഞ്ഞു നടക്കും, അതിന് ആ പരിസരത്ത് പോലും കാണില്ല. സൗണ്ട് ഭയങ്കര സൗണ്ട് ആവുമല്ലോ. അപ്പോൾ എവിടുന്നെങ്കിലും ഇരിക്കും, അപ്പോൾ ഒന്ന് കണ്ടെങ്കിൽ മനസ്സിലിങ്ങനെ ഒന്ന് കണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പീലി കിട്ടിയെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കോഴികളെക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ കോഴീനെ കാണൂല, അത്രയും മയിലാണ്. നമ്മൾ എവിടെയെങ്കിലും പോയാലൊക്കെ തിരിച്ചു വരുമ്പോൾ CCTV ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ശരിക്കും ശല്യമാണ് കേട്ടോ, കാരണം നമ്മൾ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കി അതൊക്കെ ഇടുന്ന് വന്ന് കൊത്തി കഴിക്കും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നമ്മളൊന്ന് ആസ്വദിക്കലുണ്ട്. പീലുള്ള മയിലൊക്കെ ഇവിടെ വന്നിരുന്ന കുറേ നേരം നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടും പിന്നെ അതേപോലെ അതിനെ നോക്കിയിരുന്നിട്ടും ആസ്വദിക്കും കേട്ടോ. നമ്മളങ്ങനെ ഇവിടെ രാവിലെ വന്നിരുന്ന് ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് ചായ കുടിക്കൊന്നുമില്ല, എല്ലാ ദിവസവും ഒന്നുമില്ല അല്ലേ. പക്ഷെ ചില ദിവസങ്ങളിൽ വലിയ തിരക്കില്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ഭയങ്കര എന്താ പറയുക, സൈലൻസ് ആണ് അല്ലേ, വേറെ ബഹളമൊന്നുമില്ല, വണ്ടികളുടെ ഒന്നും ബഹളമൊന്നും ഉണ്ടാവില്ല, ഭയങ്കര രസം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ. ദോശ എന്ന് പറഞ്ഞാൽ അപ്പുറത്തുനിന്ന് വാങ്ങുന്ന ദോശയല്ല കേട്ടോ, നമ്മൾ ഉണ്ടാക്കുന്ന ദോശയാണ്. പിന്നെ അപ്പോൾ ദോശ ഉള്ള ദിവസമേ ഫസ്റ്റ് നമ്മൾ കിച്ചണിക്ക് വന്ന് എന്താ ചെയ്യാന്നറിയോ, ഇതൊന്നും ഇങ്ങനെ തുറന്ന് നോക്കും, മാവ് ആക്കി വെച്ചത്, മാവ് പൊങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ മാവ് കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ ചൂടായത് കാരണം അങ്ങനെ എപ്പോഴും മാവ് ആക്കി വെച്ചാൽ നല്ല പൊങ്ങി കിട്ടും. 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്, പൊങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ സിങ്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് സിങ്കാട്ടോ. ഞാൻ ഡബിൾ സിങ്ക് വലുത് വാങ്ങിക്കണം എന്ന് വിചാരിച്ച് പോയതായിരുന്നു. അപ്പോൾ ആ വലിയ ടൈപ്പ് ഡബിൾ സിങ്ക് എനിക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം പോകുന്നു തോന്നി. പിന്നെ ആ ഒരു ടൈപ്പ് എനിക്ക് എന്താ പറയുക, തൃപ്തിയായത് കിട്ടിയില്ല. പിന്നെ കണ്ടതൊക്കെ ഡബിൾ സിങ്കിൽ തന്നെ ചെറിയ 2 കള്ളിയായിട്ടുള്ളതാണ് കണ്ടത്. അപ്പോൾ പിന്നെയാണ് ഇത് കണ്ടത്. അപ്പോൾ അതെനിക്ക് വാങ്ങിക്കാൻ താല്പര്യമില്ല. ഈ ചെറുത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ 2ലും അധികം സ്ഥലമല്ല, അപ്പോൾ പാത്രം കഴുകുമ്പോഴൊക്കെ നമുക്ക് വലിയ പാത്രമൊന്നും കഴുകാൻ പറ്റില്ല. അപ്പോഴാണ് ഈ ഒരു ടൈപ്പ് സിങ്ക് കണ്ടത്. ഇത് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നായിരുന്നു, പക്ഷേ നമ്മൾ പോയ ഷോപ്പിലൊന്നും ഈ ഒരു ടൈപ്പ് കണ്ടിരുന്നില്ല. ലാസ്റ്റ് പിന്നെ ഈ ഒരു ടൈപ്പ് കണ്ടപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ഇവിടെ നമുക്ക് കഴുകിയിട്ട് വേണമെങ്കിൽ ഇവിടെ വെക്കാം, അങ്ങനെ ഈ ഒരു സ്പേസ് നമുക്ക് ഉപയോഗിക്കാം, എന്തെങ്കിലും വെക്കാനും അതിനൊക്കെ ഉപയോഗിക്കാം. ഈ ഒരു പാത്രം കഴുകണ ഈ ഒരു ഭാഗം അത്യാവശ്യം വലിപ്പമുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തും വർക്ക് ഏരിയയിൽ വലിയൊരു സിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് ഏറ്റവും എനിക്ക് പാത്രം കഴുകാൻ ഇഷ്ടം അവിടെയാണ് സത്യം പറഞ്ഞാൽ. അത് അത്യാവശ്യം വലിപ്പമുണ്ട്, നമുക്ക് വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ പറഞ്ഞില്ല, അവിടെ ഇരുന്നിട്ട് ആസ്വദിച്ച് കഴുകാൻ പറ്റുന്ന ഒരു സ്ഥലം അപ്പുറത്തുണ്ട്. പിന്നെ നമ്മൾ കഴുകിയിട്ട് ഇവിടെ ഗ്ലാസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാറ്റ് ഉണ്ട്, ഇത് ഭയങ്കര യൂസ്ഫുള്ളാട്ടോ കിച്ചണിൽ. ഈ ഒരു മാറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ വലിച്ചെടുക്കും. നമ്മൾ പാത്രം കഴുകാൻ വരുന്ന സമയത്ത് പാത്രത്തിലെ വേസ്റ്റൊക്കെ നമുക്ക് ഇതിലിട്ട് വെക്കാം കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയൊരു വേസ്റ്റ്. പിന്നെ ഇതേപോലെ തന്നെ അപ്പുറത്തെ സിങ്കിൻ്റെ അടുത്തും ഉണ്ട്. പിന്നെ ഈ ഒരു പാത്രം കഴുകാൻ വേണ്ടിയിട്ടുള്ള ലിക്വിഡൊക്കെ ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു സാധനം, ഇതും തന്നെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ രാവിലെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ മറ്റേ ചാനലിലാണ് പറഞ്ഞിട്ടുള്ളത്, ഇതിൽ പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ വീട് പണിൻ്റെ ആ സമയത്ത് തന്നെ മതിലിന് പകരം ബാക്കിലായിട്ട് ഇങ്ങനെ കുറച്ച് ബോക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ മണ്ണ് നിറച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ നടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ
വീട് പണി സമയത്ത് തന്നെ നമ്മൾ കുറേ സംഭവങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, വെണ്ട, ചീര അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലോണം ഉണ്ടായി. ഇഞ്ചിയൊക്കെ ഒരുപാട് ഉണ്ടായി കേട്ടോ. പിന്നെ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ ഇതൊക്കെ ഒന്ന് എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചു. ഇപ്പോൾ നമ്മളിതിൽ കുറച്ച് വെണ്ട, പിന്നെ പച്ചമുളക്, ചീര അങ്ങനെ കുറച്ച് സംഭവങ്ങളെ വെച്ചിട്ടുള്ളൂ. നമുക്കിത് ഫുള്ള് ഫില്ലാക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മളിവിടെ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക ഒരുപാടൊന്നുമില്ല, കാരണം 3 തയ്യല്ലേ ഉള്ളൂ. അപ്പോൾ ആയി വരുന്നുള്ളൂ. ഈ വെണ്ടയ്ക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലുപ്പമായി കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും. അപ്പോൾ ചെറുതാകുമ്പോൾ തന്നെ പറിക്കണം. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നനക്കാൻ ഇങ്ങനെ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സുഖമാണ്. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെയും വൈകുന്നേരം കുറച്ച് സമയത്ത് ഇങ്ങനെ തുറന്നു വെക്കും. അപ്പോൾ നനക്കാൻ സുഖമാണ്. പച്ചമുളകൊക്കെ നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് തന്നെ. പിന്നെ നമ്മൾ 2-3 കള്ളികളിൽ ഇഞ്ചി നട്ടിട്ടുണ്ട്. അത് പിന്നെ മുളച്ച് വരുന്നേ ഉള്ളൂ. ശരിക്കും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുവിധം പച്ചക്കറിയൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സമയം വേണം. പിന്നെ എന്തായാലും നമ്മൾ വിചാരിക്കുന്നുണ്ട് കുറച്ചധികം ഇവിടെ ഇങ്ങനെ വെക്കാൻ വിചാരിക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് കാണാൻ തന്നെ എന്താ പറയുക, നമ്മുടെ മനസ്സിനൊക്കെ ഒരു സന്തോഷമല്ലേ. പറയുമ്പോൾ ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ഇന്ന് പിന്നെ ഒരു 2 എണ്ണം കിട്ടിയാലും ഭയങ്കര സന്തോഷം കേട്ടോ. പുറത്ത് നമുക്ക് കുറച്ചും കൂടി പണികളൊക്കെ ഉണ്ട്. പക്ഷേ മക്കളെ എണീക്കാനായി. അപ്പോൾ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. നമ്മൾ മുട്ട റോസ്റ്റും ദോശയാണ് ഉണ്ടാക്കാൻ വിചാരിക്കണേ. ആദ്യം ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഉള്ളി റോസ്റ്റ്. അത് ചോറുക്കാണെങ്കിലും ഇനിയിപ്പോൾ ദോശയ്ക്കാണെങ്കിലും ഒക്കെ ഉള്ളി റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇതിന് ഐലൻഡ് കിച്ചൺ എന്ന് പറയാം. ഇതൊരു ഐലൻഡ് കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല. ഐലൻഡ് എന്ന് പറയുമ്പോൾ സെന്ററിലല്ലേ വരിക. എന്തായാലും ഈ ഒരു കിച്ചൺ എന്നുള്ളതിൽ തന്നെ വരിക. ഈ ഒരു ടൈപ്പ് ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇതാണ് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ നിൽക്കാം എന്നുള്ളതാണ്. കുക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്താ പറയാ ഭയങ്കര സുഖമാണ്. അയ്യോ കുറേ പേര് ഇതേപോലെ നമ്മൾ മുന്നിട്ട വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഓപ്പൺ കിച്ചണ് ഒട്ടും യോജിക്കാൻ പറ്റണില്ല എന്നൊക്കെ ഇങ്ങനെ കുറേ കമന്റ്സ് ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. നോൺ വെജ് ഒക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ നോൺ വെജിന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് വർക്ക് ഏരിയയിൽ ചെറിയൊരു സ്റ്റൗ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോൺ വെജൊക്കെ നമ്മൾ അതിലാണ് കുക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു 3 മാസമായില്ലേ നമ്മൾ താമസം മാറിയിട്ട്. ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല അല്ലേ. ഭയങ്കര ഈസിയായിട്ട് ഭയങ്കര സുഖം. എനിക്ക് അടുക്കള ഭയങ്കര സുഖമായിട്ടാണ് തോന്നിയിട്ടില്ല. അതായത് നമ്മളിത് ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തന്നെ ആലോചിച്ചിരുന്നു ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. പിന്നെ പറയുന്ന ആളുകൾ ഇവിടെ വന്ന് കാണുന്ന ആൾക്കാരൊക്കെ നെഗറ്റീവ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് കുറേ നെഗറ്റീവ്സ് വന്നിരുന്നു. അപ്പോൾ ശരിക്കും ഞങ്ങൾ പേടിച്ചിരുന്നു പെട്ടുപോകുമെന്നൊക്കെ. പക്ഷെ ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പറയുന്നത് പ്രൈവസിയാണ്. പ്രൈവസി അതും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ലിവിങ് ഏരിയ TV യൂണിറ്റുമായിട്ട് കുറച്ചൊരു ഇതുണ്ടല്ലോ. പക്ഷെ ഞാൻ അവിടെയൊക്കെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഒരു വീട്ടിലിപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മുമ്പ് താമസിച്ച വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ അങ്ങാടിയിലായതുകൊണ്ട് എപ്പോഴെപ്പോഴും ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു വിചാരിക്കുക. ഇവിടെ വളരെ അപൂർവമായിട്ടേ ആൾക്കാർ വരുള്ളൂ. ഇനിയിപ്പോൾ ഒരു വർഷത്തിലൊരു 10-20 ദിവസം ആൾക്കാർ ഗസ്റ്റായിട്ട് അങ്ങനത്തെ അപ്രതീക്ഷിതമായിട്ടുള്ള വരവൊക്കെ ഉണ്ടേ വിചാരിച്ചോ. ആ ഒരു 20 ദിവസത്തിന് വേണ്ടി ബാക്കിയുള്ള ദിവസം മുഴുവൻ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ ജീവിക്കണ്ടേ. ഇതിപ്പോൾ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു 10-20 ദിവസം ഒരു വർഷത്തിൽ ചിലപ്പോൾ നമുക്ക് പ്രൈവസി ഇഷ്യൂ ഉണ്ടാവാം. അത് സഹിക്കാം. പിന്നെന്താ വെച്ചാൽ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത്രേ ഉള്ളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എന്നുള്ളതാണ്. ഇതുവരെ ഓക്കെ ആണ് ഈ ഒരു ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോഴേക്കും അപ്പു വിളിച്ചിട്ടോ. അപ്പുവിന്റെ പരീക്ഷ കഴിയുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനെ പോയി പിക്ക് ചെയ്ത് കൊണ്ടുവരണം. അപ്പു ഇതാ കാത്തു നിൽക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? ഈസിയായിരുന്നു. പോവാ വിശക്കുന്നുണ്ടോ? പോയപ്പോ എന്താ കഴിച്ചു? ഉള്ളി കട്ട് ചെയ്യപ്പോൾ ഭയങ്കര ഇഷ്ടാട്ടോ. കാരണം എന്താ, നമ്മൾ ഫുഡ് പ്രോസസ്സർ ഉള്ളത് കാരണം പിന്നെ ഭയങ്കര സുഖമാണ് നമുക്ക് ഉള്ളി കട്ട് ചെയ്യാനും അതേപോലെ തോരനൊക്കെ വെക്കാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ. ഇത് താത്ത എടുത്ത് സജസ്റ്റ് ചെയ്തത്. താത്ത എപ്പോഴും പറയും താത്താൻ്റെ ഫേവറേറ്റ് സാധനമാണ്, അടുക്കളയിലുള്ള ഫേവറേറ്റ് സാധനമാണ്. നമ്മൾ മിക്സിയുടെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫുഡ് പ്രോസസ്സറാട്ടോ വാങ്ങിച്ചത്. പിന്നെ ഇതിൽ എന്താ വെച്ചാൽ മാവ് കുഴയ്ക്കാനും പിന്നെ ഉപ്പേരികൾ തോരന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാരറ്റും സംഭവങ്ങളൊക്കെ കട്ട് ചെയ്യാൻ,
ഉള്ളി കട്ട് ചെയ്യാൻ. നമുക്ക് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. ഉള്ളി കട്ട് ചെയ്യൽ നമുക്ക് ബിരിയാണി വെക്കുമ്പോൾ അത് വലിയൊരു പണിയാണല്ലോ. പക്ഷേ ഈ ഫുഡ് പ്രോസസ്സർ ഉള്ളത് കാരണം ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമ്മൾ ഉള്ളി തൊലി കളഞ്ഞ് കഴുകിയിട്ട് നമ്മളിങ്ങനെ ഒരു പീസാക്കണം. എന്നിട്ടാണ് എളുപ്പത്തിൽ നമുക്ക് ഇതിൽ കട്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്കിങ്ങനെ സ്ലൈസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം വെച്ചത് കേട്ടോ. നമുക്കിനി ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്താണ് ഇടുക. ബ്ലേഡ് വെച്ചിട്ട് ഇതിനകത്താണ് ഇട്ട് കൊടുക്കുക. ഓണാക്കിയിട്ട് ഓരോ ഉള്ളി ഇങ്ങനെ ഇതിലിട്ട് കൊടുക്കുക. ഇപ്പം കണ്ടോ എത്ര പെട്ടെന്നാണ് ഉള്ളി റെഡിയായത്. കണ്ടോ ഭയങ്കര സുഖാട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ഉള്ളി അരിഞ്ഞെടുക്കാൻ എത്ര സമയം എടുക്കില്ലേ, പിന്നെ നമ്മളെ കണ്ണൊക്കെ എരിയും. ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ പെട്ടെന്ന് തുറന്നപ്പോൾ ഒരു ഗ്യാസ് വന്നു കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്, കാരണം വലിയ ജാറ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. എനിക്ക് പറയാം, അടുക്കളയിൽ എനിക്കിപ്പോൾ എൻ്റെ ഫേവറേറ്റ്, താത്ത പറഞ്ഞ പോലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ഇതാണിപ്പോൾ. ഭയങ്കര എളുപ്പത്തിലുള്ള ഒരു മുട്ട റോസ്റ്റായിട്ട് ഉണ്ടാക്കണേ. ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റുമാണ് അല്ലേ, നമ്മുടെ ഫേവറേറ്റ് അല്ലേ. ഉണ്ടാക്കിക്കോളൂ. ചൂടായില്ലേ? പറഞ്ഞോ, അളവ് പറഞ്ഞോ. ഒഴിച്ചോ. ഉണ്ടാക്കുന്നത് ഞാനൊക്കെ തന്നെ, പക്ഷെ അളവ് പറയണം. ഒഴിച്ചോ ഒഴിച്ചോ. നീ പറയണോ? വെറുതെ അല്ലേ ഇങ്ങനെ എണ്ണ വേഗം തീരുന്നത്. അതെ, ഇപ്പോൾ മനസ്സിലായില്ലേ. ഫസ്റ്റ് നമ്മൾ തക്കാളി ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ അധികം എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സംഭവം കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചിമ്മിനി ഓണാക്കും അല്ലേ. ഇളക്കണ്ട, അതൊന്ന് നല്ലോണം ആയിട്ട് ഇളക്കാം. അപ്പോൾ നമ്മൾ തക്കാളി നല്ലോണം ഉടഞ്ഞ് വന്നിട്ടാണ് ഉള്ളി ഇതിലിടേണ്ടത് കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഉള്ളി ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വഴണ്ട് വന്നു. ഇനി കുറച്ച് മുളക് പൊടി, ചിക്കൻ മസാല ഇട്ടിട്ട് ആ പ്ലേറ്റ് എടുത്തു. വേറെ കൂടുതൽ മസാലകൾ അങ്ങനെയൊന്നും ചേർക്കണില്ല, മഞ്ഞൾപ്പൊടിയോ അങ്ങനെ വേറെ ഒന്നും ചേർക്കണില്ല, പിന്നെ വെള്ളം ഒന്നും ഒഴിക്കണില്ല. ഇങ്ങനെ കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ടുള്ളതാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ചട്ടി വെച്ചോ ദോശ ഇതാ. അതിൽ വെച്ചോ. ആ സമയം കുറച്ചായിട്ട് എന്തായാലും വേഗം ദോശ ഇട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ 54 കോടി രൂപയാണ് കോൺഗ്രസ് ആകെ പിരിച്ചത് എന്ന തരത്തിലുള്ള. അപ്പോൾ നമുക്കിനി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ എനിക്കുണ്ടായ വലിയൊരു മാറ്റമാണ് കേട്ടോ. ക്ലീനിങ് പരിപാടി നല്ലോണം മാറി. അതായത് ശരിക്കും അടിച്ചു വാരൽ ഇപ്പം അങ്ങനെ നല്ല കുറവാട്ടോ, എപ്പോഴെങ്കിലും അടിച്ചു വാരലുള്ളൂ. കാര്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു 3 ദിവസം കൂടുമ്പോൾ വാക്യൂം ക്ലീനർ വെച്ചിട്ട് എല്ലായിടും ഒന്ന് ക്ലീൻ ചെയ്തിടും. അപ്പം തന്നെ മൊത്തം വൃത്തിയാവും കേട്ടോ. ആദ്യം തന്നെ പറയാതെ ഒരു പ്രൊഡക്റ്റിൻ്റെ പരസ്യമൊന്നും അല്ല കേട്ടോ. ഇത് ഞാൻ ഇത്രയും കാലം അത് ഉപയോഗിച്ചിരുന്നില്ല. ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തായാലും നിങ്ങളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യണം എന്നുള്ളത്. ഞാൻ വിചാരിച്ചിരുന്നത് ഇത് നമുക്കൊന്നും പറ്റിയ സാധനമല്ല എന്നാണ്, നമുക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ബെഡ്റൂമിലെന്ന് പറഞ്ഞാൽ വലിയ ജനലല്ലേ, അപ്പോൾ ഇതിങ്ങനെ തുടച്ചെടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. തുടച്ചെടുക്കുന്നത് മാത്രമല്ല, നമ്മളെപ്പോഴും ഈ ജനലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളൊരു തുണി വെച്ചിട്ട് തുടച്ചെടുത്താലും ആ പൊടി എന്തായാലും പറന്ന്, ശരിക്കും കുറച്ചൊക്കെ കിട്ടും, ബാക്കിയുള്ള പൊടി പറന്ന് അവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ജനൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഈ ഒരു ബ്രഷാട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമ്മളിങ്ങനെ വെച്ചൊന്ന് എടുത്താൽ മതി, ഈ പൊടി മൊത്തം അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഓരോന്നും പിടിച്ച് അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന്, പക്ഷേ അതൊരു ബുദ്ധിമുട്ടല്ല. നമ്മൾ ഇത് ഒരു തവണ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടി മൊത്തം വിടുന്നു. ഇവിടെ ഒരു പൊടിയും കണ്ടോ, ഇവിടെ ഒരു പൊടി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നോക്കുമ്പോൾ ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. പിന്നെ അതേപോലെ ഇങ്ങനത്തെ ഈ ഒരു കർട്ടൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് തുടച്ചെടുക്കണം എന്ന് മാത്രം. ഒന്ന് തുടച്ചെടുത്തിട്ട് നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ചെങ്കിൽ അതും ക്ലീൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം പുതിയ കർട്ടനല്ലേ, അധികം പൊടിയൊന്നും ആയിട്ടില്ല.
പിന്നെ ഇനി നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിന് ഈ ഒരു ഇത് മാറ്റിയിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്യേണ്ട സാധനം ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. സാധാരണ നമ്മൾ ചൂല് വെച്ചിട്ട് അടിച്ചു വാരുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ആ പൊടി ശരിക്കും പറന്ന് അവിടെ ഇവിടെയും പോയി ഇരിക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ വീട്ടിലിപ്പോൾ ഹെയർ ഫാളൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ മുടിയൊക്കെ താഴെ കിടക്കുന്നുണ്ടെങ്കിൽ മുടിയൊന്നും നമ്മൾ ഒരിക്കലും അടിച്ചു വാരിയിട്ട് നമുക്ക് എടുത്താൽ കിട്ടൂല. മുടി പറന്ന് അവിടെ ഇവിടെയും പോയി ഇരിക്കുകയേ ചെയ്യുള്ളൂ. പിന്നെ അതുമല്ല നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മോപ്പ് വെച്ചിട്ട് തുടക്കണം. അത് ഡെയിലി ചെയ്യും വേണം. പക്ഷെ നമ്മളിപ്പോൾ ഈ ഒരു വാക്യൂം ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പൊടിയെല്ലാം വലിച്ചെടുക്കും. അതേപോലെ അവിടെ ഇവിടെയും കിടക്കുന്ന മുടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത് വലിച്ചെടുക്കും. പിന്നെ നമുക്ക് മോപ്പ് വെച്ചിട്ട് തുടക്കേണ്ട ആവശ്യം പോലുമില്ല. കാരണം അത്രയും ക്ലീൻ ആയിരിക്കും. നമുക്ക് എന്താ വെച്ചാൽ നിലത്ത് ചവിട്ടുമ്പോൾ പോലും മനസ്സിലാവും നമുക്കത് അത്രയും ക്ലീനാണ് അവിടെ എന്നുള്ളത്. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ മോപ്പ് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കേണ്ടിയൊക്കെ വരും. പക്ഷേ കുട്ടികളൊന്നും ഇല്ലാത്ത വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോപ്പ് വെച്ചിട്ട് തുടക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം അത്രയും ക്ലീൻ ആയിരിക്കും. ഇനിയിപ്പോൾ താഴെയാണെങ്കിൽ പോലും കണ്ടോ, ഇതിൻ്റെയൊക്കെ താഴെക്കൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ. അതേപോലെ നമുക്ക് ഈ മൂലകളിലൊക്കെ ഉള്ള പൊടി ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ചൂല് വെച്ചിട്ട് ചിലപ്പോൾ അടിച്ചു വാരി അത്രയ്ക്ക് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് ഈ വാക്യൂം വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ പിടിച്ചെടുത്താൽ തന്നെ ക്ലീൻ ആവും. ഇനി ഇത് മാത്രമല്ല, മൂലകൾ ക്ലീൻ ചെയ്യാൻ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സാധനം ഉണ്ട്. അത് വേണമെങ്കിൽ അത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ അരികിലുള്ളതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ പല സംഭവങ്ങളും ഇതിന് നമുക്ക് മാറ്റി. ഈ കാർപ്പറ്റ് ആണെങ്കിൽ കാർപ്പറ്റ് ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ സാധനം മാറ്റി വെക്കാം. അങ്ങനെ എല്ലാം ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം എൻ്റെ താത്താൻ്റെ അടുത്തും ഫാമിലിയിലും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ഇതിങ്ങനെ ഉപയോഗിക്കാം. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ അങ്ങനെ അവരുടെ അടുത്ത് പറയും കേട്ടോ. ഇതെന്തായാലും ഇത് വാങ്ങിക്കണം, ഉപയോഗിക്കണം എന്ന്. അപ്പോൾ താത്തൻ്റെ അടുത്ത് പറഞ്ഞ് നീ ആദ്യം ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യും, റിവ്യൂ ഒക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യും, എന്നിട്ട് വേണമെങ്കിൽ ഞാൻ വാങ്ങിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാൻ തന്നെ മെയിൻ കാരണം. പിന്നെ അതുമല്ല, എനിക്കിത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എന്തായാലും ഇതിൻ്റെ എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇപ്പോൾ കണ്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും പൊടി. ഇതൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമാണ് ക്ലീൻ ചെയ്യാൻ. ഉണ്ടോ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്യാം. ഈ ഒരു ഭാഗമോ ഒക്കെ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പിടിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ഇത് വാങ്ങിക്കുന്ന സമയത്ത് എനിക്കൊരു കൺഫ്യൂഷൻ, എനിക്കിടയ്ക്ക് കൈവേദന വരാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിങ്ങനെ പിടിക്കുന്ന സമയത്ത് കയ്യിന് എന്തെങ്കിലും വേദന വരുമോ അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവമല്ല കേട്ടോ. കാരണം അത് വെയിറ്റേ ഇല്ല. നമുക്കിത് പിടിക്കുന്ന സമയത്ത് അങ്ങനെ കൈവേദന അങ്ങനെ ഒന്നും വരില്ല. എന്തുകൊണ്ടും ഭയങ്കര സുഖമാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ കൊണ്ട് അത് പിന്നെ വാങ്ങിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇനി ഒട്ടും വൈകണ്ട, എന്തായാലും വാങ്ങിക്കാം. നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മുടെ മിക്സി, സ്റ്റൗ അതൊക്കെ നമ്മൾ അത്യാവശ്യമുള്ള കാര്യമാണല്ലോ ഒരു വീട്ടിൽ. അതുപോലെ അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഒരു വാക്യൂം ക്ലീനർ എന്നൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണതാണ്. പിന്നെ ഇത് കൊണ്ട് നടക്കാനൊന്നും അങ്ങനെ ഒരു പ്രയാസമല്ല കേട്ടോ. കാരണം അതിന് വീലുള്ളത് കാരണം ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ മതി, നമ്മുടെ പിന്നാലെ പോന്നോളും. പിന്നെ അതേപോലെ പുതിയ വീട് പണി നടക്കുന്നവരെന്തായാലും പവർ പ്ലഗ് ഒക്കെ 2-3 അവിടെ ഇവിടെയൊക്കെ വെക്കുന്നത് നന്നായിരിക്കും. നമ്മളങ്ങനെ വെച്ചതുകൊണ്ട് നമുക്ക് വലിയ പ്രയാസമല്ല. കാരണം ഇതിന് അത്യാവശ്യം വലിയ വയറ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രയാസമൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടും ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ക്ലീനിങ് പരിപാടി പെട്ടെന്ന് കഴിയും. പിന്നെ അതുമല്ല, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ബോക്സ് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ കണ്ടോ ഇത്രയും അഴുക്ക് ഇതിൽ കാണാം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇതിപ്പോൾ ഈ റൂം ക്ലീൻ ചെയ്തുകൊണ്ട് മാത്രമല്ല, ഇത് മുന്നേ നമ്മൾ ക്ലീൻ ചെയ്ത പൊടികളൊക്കെ ഇതിലിരിക്കുന്നുണ്ട്. ഇത് മൊത്തം ഒന്ന് നിറയുമ്പോൾ ഒക്കെ ഒന്ന് ഒഴിവാക്കിയാൽ മതി. ഇതൊന്നിങ്ങനെ പ്രസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ബോക്സ് കിട്ടും. ഈസി ആയിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് ഇത് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതിൽ തന്നെ ഇവിടെ തന്നെ കൊടുന്ന് ഫിറ്റ് ചെയ്യാം. ഭയങ്കര എളുപ്പമാണ്. പിന്നെ അതുമല്ല, നമുക്ക് ഈ പൊടി കാണുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. നമ്മൾ ഇത്രയും വൃത്തിയാക്കിയപ്പോൾ ഈ പൊടിയൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാനത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വേഗം തുറന്ന് നോക്കും. അപ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. ഇനി ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.